എല്ലാവർക്കും നമസ്കാരം. ഗ്രാമഫോൺ ടിവിയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഗ്രാമഫോൺ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളോട് എല്ലാ മാസവും 50 രൂപ മേടിക്കാൻ വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇത്രയും കാലം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വലിയ പിടിച്ചുകൊടുക്കാരെ പോലെയല്ലേ നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ? അല്ലെങ്കിൽ നമ്മളടക്കം, ഒരുപക്ഷെ ഞാനടക്കം പറയാൻ പറ്റുന്നില്ല, ഞാനടക്കം ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം അവരുടെ വലിയൊരു സേവനം നമ്മൾ കേരളം കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ പറമ്പുകളിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന മാലിന്യങ്ങൾ ഇവർ ഒരു വരവോട് കൂടിയിട്ട് നമുക്ക് പലപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വലിയൊരു പിന്നീട് ഗുണമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ ഗ്രാമഫോൺ മീഡിയയിൽ കൂടി നിങ്ങൾ കാണുന്നത്. കാരണം ഇന്ന് എറണാകുളം ജില്ലയിലെ എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇടത്തൊട്ടിൽ ചാരിറ്റിയുടെ പേരിൽ ഇന്ന് ഓണക്കോടി കൊടുത്ത് അവർ അനുമോദിച്ചിരിക്കുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇടത്തൊട്ടിൽ ചാരിറ്റിയുടെ ഇന്ന് എൻ്റെ പുറകിൽ കാണുന്നത് എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഇടത്തൊട്ടിയിൽ വീട്ടില് എൻ്റെ കോമഡിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീമതി മാജി സന്തോഷ് കൊച്ചുമോനും അവരുടെ വീട്ടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇടത്തൊട്ടിയിൽ ചാരിറ്റീസിന്റെ വകയായിട്ട് അവിടുത്തെ ഈ എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 26 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇന്ന് ഓണക്കോടി നൽകുകയാണ്. നമുക്ക് അതിന്റെ സന്തോഷകരമായ ആ വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായിട്ടും നിൽക്കുമ്പോൾ എനിക്കൊരു വലിയൊരു അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഓണം അടുത്തു. ഓണത്തിന് മുന്നോടിയായി എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത്, അല്ലേ? നിങ്ങൾ ഒരുപക്ഷെ പഞ്ചായത്ത് തലത്തിലുള്ള ആഘോഷങ്ങൾ നടക്കും. തികച്ചും വ്യത്യസ്തമായ ഒരു ആഘോഷ പരിപാടിയാണ്. കാരണം അല്ലേ, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ കുടുംബയോഗമോ അങ്ങനെ ആരെങ്കിലും ഒരു ഹരിത കർമ്മസേന അംഗങ്ങളെ മാത്രമായിട്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഹരിത കർമ്മസേന അംഗങ്ങളെ എന്താ പറയുക, ഓണം പങ്കുവയ്ക്കുക, ഒരു ചെറിയ ഓണസമ്മാനം കൊടുക്കുക. അപ്പോൾ ആ ഒരു ആശയം തന്നെ വളരെ നല്ലൊരു ആശയമാണ്. തീർച്ചയായും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ആശയം വർക്കൗട്ട് ചെയ്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ അഭിമാനം തോന്നുന്നു. ഭൂമിയിൽ തന്നെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത്, അല്ലെ? കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കൂടുന്നതെല്ലാം. അപ്പൊ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ പ്ലാസ്റ്റിക്, പ്രത്യേകിച്ച് മണ്ണിലോട്ട് അലിച്ചു ചേരില്ലാത്ത ഈ പ്ലാസ്റ്റിക്, അത് കത്തിക്കുന്നതും കൂടെയാണ്. കത്തിക്കുന്നതുകൊണ്ടാണ് ഇത്ര മാത്രം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹരിതഗ്രഹവാതകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് എത്രമാത്രം നമ്മൾ പറഞ്ഞാലും നമ്മുടെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അത് ശേഖരിച്ച് ഓരോ പഞ്ചായത്തിലെയും നമുക്കത് വേറെ ആക്കി അത് വേറെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്. അപ്പം ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഈ ഹരിത കർമ്മസേന അംഗങ്ങൾ. ഇപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കി, അല്ലെ? അതിന്റെ ആ ഒരു പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ആദ്യം ആ ഒരു ദുരിതകാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകളുടെ വളരെ എന്താ പറയുക, സന്തോഷമില്ലാത്ത മുഖവും, ചിലർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇന്നിപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒരു പേരിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ കാവലാളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും കാതലായ പങ്ക് വഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവര് നമ്മളോടൊപ്പം ഈ കുടുംബയോഗത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം വളരെ സന്തോഷമുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ എന്നുള്ള നമുക്ക് 1000 രൂപ സർക്കാരിൻ്റെ കിട്ടി. ഇതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓണക്കോടി മേടിച്ചാലോ ആ പൈസയ്ക്ക് എന്ന് ഒരഭിപ്രായമൊക്കെ ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് ഈ കമ്മിറ്റിയുടെ പേരിൽ ഒരു ഓണക്കോടി എല്ലാവർക്കും കിട്ടിയപ്പോൾ അത് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും മുഖത്തുനിന്ന് തന്നെ അത് അറിയാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങളിത് വാങ്ങിയത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മെമ്പറോടും മെമ്പറുടെ ഭർത്താവും കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർ എല്ലാവരോടും പിന്നെ കടന്നു വന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചില്ല കേട്ടോ. ഞങ്ങൾ കുമാരി ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ആരോടും അങ്ങനെ പറയണ്ട, പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് കൊടുത്തൊരു ഓരോരുത്തരും ഞങ്ങൾക്ക് ഒരു സാരി വാങ്ങണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്.